നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയും ലോകവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ക്ലാസ്സിനകത്ത് പറയുന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ല ഒരു പരസ്യം, നിങ്ങൾക്ക് ഗുണമുള്ള ഒരു പരസ്യം പറയാനുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം പറയാം. 4 പുസ്തകങ്ങൾ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ 4 പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങിക്കാം. 280 രൂപയ്ക്ക് ഈ പുസ്തകങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റും. വളരെ വർത്തായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോയുടെ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ആദ്യത്തെ പോയിന്റിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ചില കാര്യങ്ങളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് 200, അല്ലേ? കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പഠിച്ചതാണ്. വകുപ്പ് 200-നകത്ത് പറയുന്ന കാര്യം എന്താണ്? നിയമസഭ പാസ്സാക്കി വിടുന്ന ഒരു ബില്ലിന്മേൽ തീരുമാനമെടുക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരം. അതാണ് ഏതിൽ പറയുന്നത്? വകുപ്പ് 200-ൽ പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വകുപ്പ് 201 ഗവർണർ രാഷ്ട്രപതിക്ക് വിടുന്ന ഒരു ബില്ലിന്മേൽ തീരുമാനമെടുക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ചാണ് വകുപ്പ് 201-ൽ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വകുപ്പ് നമ്മൾ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. വകുപ്പ് 143(1). വകുപ്പ് 143(1)ൽ പറയുന്ന കാര്യം എന്തായിരുന്നു? നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം. അതിന് അനുവദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 143(1). അല്ലേ? ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ പഠിച്ച ഒരു കാര്യമാണ് തമിഴ്നാട് ഗവൺമെൻറ്റും അവിടുത്തെ ഗവർണർ RN രവിയുമായിട്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത കാലത്ത് തമിഴ്നാട് ഗവൺമെൻറ് അല്ലെങ്കിൽ തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ അവിടുത്തെ ഗവർണർ വച്ച് താമസിപ്പിച്ചപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവിലൂടെ ആ പറഞ്ഞ ബില്ലുകൾ പാസ്സാക്കിയതായിട്ട് പ്രഖ്യാപിച്ചു, ഉത്തരവിട്ടു. അത് മാത്രമല്ല, ഗവർണറായാലും രാഷ്ട്രപതി ആയാലും ഇങ്ങനെ നിയമസഭ കൊണ്ടുവരുന്ന പാസ്സാക്കിയ ഒരു ബില്ലിന്മേൽ ഇത്ര കാലത്തിനകത്ത് നടപടിയെടുക്കണമെന്നുള്ള ഈ പറഞ്ഞ ഒരു സമയ നിബന്ധന കൂടി വയ്ക്കുകയായിരുന്നു ആ ഉത്തരവിൽ. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മുടെ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് എന്ത് ചെയ്തു? അഭിപ്രായം തേടി, ഉപദേശം തേടി. അപ്പോൾ അങ്ങനെ ഉപദേശത്തിനായിട്ട് രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് നേരത്തെ സുപ്രീം കോടതിയുടെ 2-അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ആ ഉത്തരവ് അസാധുവാക്കി, അല്ലെങ്കിൽ അതിനകത്ത് ന്യായമില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതികൾക്ക് ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒരു സമയപരിധി, ബില്ലിൽ ഒപ്പിടാൻ വേണ്ടി ഒരു സമയപരിധി നിശ്ചയിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ അടുത്ത കാലത്ത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചായിരുന്നു. അത് ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. അത് ആരാണ്? BR ഗവായി. BR ഗവായി നമുക്കറിയാം, ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി. ഇപ്പോൾ BR ഗവായി ആണോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? അല്ല.
ഇപ്പോൾ പുതിയൊരു ചീഫ് ജസ്റ്റിസ് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ 2025 നവംബറിൽ നിയമിക്കപ്പെട്ട 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ജസ്റ്റിസ് സൂര്യകാന്താണ് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അവിടെ നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം. ആ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ദുബായ് എയർ ഷോ 2025 നവംബറിൽ ഇന്ത്യൻ വായുസേന ദുബായ് എയർ ഷോയിൽ പങ്കെടുത്തു. അവിടെ പങ്കെടുത്തപ്പോൾ ഒരു അപകടമുണ്ടായി. നമ്മുടെ ഒരു യുദ്ധവിമാനം തകർന്നു. ഏത് യുദ്ധവിമാനമാണ് തകർന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, തേജസ് യുദ്ധവിമാനമാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ. ആ യുദ്ധവിമാനം തകർന്ന് നമ്മുടെ ഈ പറഞ്ഞൊരു പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് ഏതാണ് ആ യുദ്ധവിമാനം? തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലഘു യുദ്ധവിമാനമാണ് തേജസ് അല്ലേ. DRDO എന്ന് പറയുന്ന ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്, പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗവേഷണ സ്ഥാപനമുണ്ട്. ആ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത ലഘു യുദ്ധവിമാനമാണ് തേജസ്. ആ യുദ്ധവിമാനത്തിന് തേജസ് എന്ന പേര് കൊടുത്തത് ആര് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് മുൻ പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി ആണ് അല്ലെ. ഈ തേജസ് എന്ന് പറയുന്ന ലഘു യുദ്ധവിമാനം വികസിപ്പിച്ചെടുക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ച ഒരു മലയാളി വനിതയുണ്ട്. ആരെന്നറിയാമോ? ടെസി തോമസ്. ഈ ടെസി തോമസിൻ്റെ മകൻ്റെ പേരാണ് തേജസ്. ഒരവസരത്തിൽ ടെസി തോമസ് AB വാജ്പേയിയോട് പറഞ്ഞു, മകൻ്റെ പേരാണ് തേജസ്, ഈ പറഞ്ഞ പേര് വിമാനത്തിന് നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ടാണ് AB വാജ്പേയി ആ യുദ്ധവിമാനത്തിന് തേജസ് എന്ന് പറയുന്ന പേര് നൽകിയത്. ഇതെല്ലാം ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്ന കാര്യമാണ്. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. ഈ അടുത്ത കാലത്തായിട്ട്, അതായത് 2025 നവംബർ 2 ISRO വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമുണ്ട്. ആ ഉപഗ്രഹമാണ് CMS-03. ഇത് വിക്ഷേപിച്ചത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി വിക്ഷേപിച്ച CMS-03 എന്ന് പറയുന്ന ഉപഗ്രഹം അതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അതായത് ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, 2025 നവംബർ 2 നാവികസേനയ്ക്ക് വേണ്ടി ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ CMS-03 ആണ്. ഈ ഉപഗ്രഹത്തിന് ഏതാണ്ട് 4400 കിലോഗ്രാം ഭാരമുണ്ട്. 4400 കിലോഗ്രാം ഭാരമുണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭാരമുള്ള ഒരു ഉപഗ്രഹമാണ്. ഇത്തരത്തിൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് ISROയ്ക്ക് ഒരു പ്രത്യേക റോക്കറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ പറഞ്ഞ ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന റോക്കറ്റാണ്. അതാണ് GSLV Mark 3. GSLV Mark 3 എന്ന് പറയുന്ന ആ റോക്കറ്റിന് ഇപ്പോൾ ആ പേരല്ല, വേറൊരു പേരാണ്. അതിപ്പോൾ അറിയപ്പെടുന്നത് LVM-3 എന്നുള്ള പേരിലാണ്. അപ്പോൾ 2025 നവംബർ 2 CMS-03 എന്ന് പറയുന്ന നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം അതിനെ വഹിച്ചു കൊണ്ടുപോയത് LVM-3 റോക്കറ്റാണ്. LVM-3 റോക്കറ്റിൻ്റെ 5ാമത്തെ ദൗത്യമായിരുന്നു അത്. നിങ്ങൾ പത്രമൊക്കെ വായിക്കുമ്പോൾ LVM-3 M5 എന്ന് കൊടുത്തിരിക്കും. M5 എന്ന് പറഞ്ഞാൽ മിഷൻ 5. ഇനി അടുത്തത് M6 വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഏതാണ് ആ ദൗത്യമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുകയും വേണം. ഇനി അത് കഴിഞ്ഞിട്ട് ISROയുടെ വേറൊരു ദൗത്യമുണ്ട്, ലൂപ്പെക്സ് ദൗത്യം. ലൂപ്പെക്സ് ദൗത്യം എന്ന് പറയുന്ന ഒരു സംയുക്ത ദൗത്യമാണ്. സംയുക്ത ദൗത്യം എന്ന് പറയുമ്പോൾ ISROയുടെ കൂടെ വേറൊരു സ്പേസ് ഏജൻസി കൂടി സഹകരിക്കുന്നുണ്ട്. അത് ജപ്പാന്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള JAXA. അതായത് ഇന്ത്യയും ജപ്പാനും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഈ പറഞ്ഞ ദൗത്യമാണ്, സ്പേസ് ദൗത്യമാണ് ലൂപ്പെക്സ് ദൗത്യം. ആ ലൂപ്പെക്സ് ദൗത്യം എന്ന് പറയുന്നത് ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങളെ പര്യവേഷണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഏത്? ലൂപ്പെക്സ് ദൗത്യം. അപ്പോൾ ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായിട്ട് ISROയും ജപ്പാനും സംയുക്തമായിട്ട് നടത്തുന്ന ദൗത്യം, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ലൂപ്പെക്സ് മിഷൻ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നിങ്ങൾക്കറിയാം, പ്രോജക്റ്റ് ചീറ്റ.
പ്രോജക്റ്റ് ചീറ്റ എന്ന് പറയുന്ന പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം. 2022 പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ചീറ്റ. ചീറ്റ എന്ന് പറയുന്ന വന്യമൃഗം ഇന്ത്യൻ കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായത് 1950കളിലാണ്. അതിനുശേഷം നമ്മുടെ കാടുകളിൽ ചീറ്റ ഇല്ല. അപ്പോൾ വീണ്ടും ചീറ്റകളെ കാടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രോജക്റ്റ് ചീറ്റ. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യം നമീബിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് 8 ചീറ്റകളെ ഇവിടെ കൊണ്ടുവന്നു. പിന്നീട് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് 12 ചീറ്റകളെ കൊണ്ടുവന്നു, അല്ലെ? ഇപ്പോൾ 2025 നവംബറിൽ വേറൊരു രാജ്യത്ത് നിന്നും നമ്മൾ 8 ചീറ്റകളെ കൊണ്ടുവന്നു. അപ്പോൾ 2025 നവംബറിൽ ഏത് രാജ്യത്ത് നിന്നാണ് പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായിട്ട് ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആ രാജ്യം? ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യം. ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് ഇപ്പോൾ ഒരു 8 ചീറ്റകളെ കൂടി കൊണ്ടുവന്നത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചീറ്റകളെയൊക്കെ തുറന്നു വിടുന്നത് ഏത് വനത്തിലോട്ടാണ്? അതൊരു ദേശീയ പാർക്കാണ്, കുനോ ദേശീയ പാർക്ക്. ഏത് ദേശീയ പാർക്ക്? കുനോ ദേശീയ പാർക്ക്. അതും പരീക്ഷയ്ക്ക് ചോദിക്കും. കുനോ ദേശീയ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ ദേശീയ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്, അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാർക്കുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. അതുപോലെ തന്നെ ലോക ചീറ്റാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം അത് ഡിസംബർ 4 എന്നുകൂടി ഓർത്തു വയ്ക്കുക. അതേസമയം കടുവ ദിനം എന്നാണ് ചോദിച്ചാൽ, ടൈഗർ ഡേ എന്നാണ് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ജൂലൈ 29. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ബിർസ 101 ഒരു ജീൻ തെറാപ്പിയാണ്. എന്താണ് ബിർസ 101 എന്ന് ചോദിച്ചാൽ, അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ജീൻ തെറാപ്പിയാണ്. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഇപ്പോൾ ഉണ്ട്. ജീനുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് രോഗചികിത്സ നടത്തുന്നതിനാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അതിൽ വികസിപ്പിച്ചെടുത്ത പുതിയൊരു ടെക്നിക്കാണ് ബിർസ 101 എന്ന് പറയുന്ന ജീൻ തെറാപ്പി. ബിർസ 101 എന്ന് പറയുന്ന ഈ പറഞ്ഞ ജീൻ തെറാപ്പി ടെക്നിക്ക് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണ് എന്ന് ചോദിച്ചാൽ അത് അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും നമ്മൾ, അല്ലെ? ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിലോട്ട് വളയുന്ന ഒരു പാരമ്പര്യ രോഗമാണ്. പ്രത്യേകിച്ചും ഗോത്രവർഗ മേഖലകളിൽ ഗോത്രവർഗക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പാരമ്പര്യ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. ചുവന്ന രക്താണുക്കൾ എന്തിൻ്റെ ആകൃതിയിൽ? അരിവാളിൻ്റെ ആകൃതിയിലോട്ട് വളയും. അത് ഈ പറഞ്ഞ കുറച്ചുകൂടി കട്ടിയുള്ളതായിട്ട് മാറും. അങ്ങനെയുള്ള രോഗമാണ് ഏത്? അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. ഞാൻ പറഞ്ഞു ഈ അരിവാൾ രോഗം എന്ന് പറയുന്നത് ഗോത്രവർഗക്കാരിൽ കണ്ടുവരുന്ന രോഗമെന്നാണ് പറഞ്ഞത്. ബിർസ മുണ്ട എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഒരു ഗോത്രവർഗ നേതാവാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു ഗോത്രവർഗ നേതാവാണ് ബിർസ മുണ്ട. ആ പറഞ്ഞ ആളുടെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, ബിർസ 101. ശ്രദ്ധിച്ചു വെക്കണം, നല്ല ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കർണാടകയിലാണ്. കർണാടകയിൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് മൈസൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന, പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കർണാടകയാണ്, അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കർണാടക തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ പറഞ്ഞ ഡ്രോണുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഈ പറഞ്ഞ ടൗണായിട്ട് ഒരു ടൗണിനെ മാറ്റുകയാണ്. അപ്പം രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ സിറ്റി എന്ന ബഹുമതി നേടിയ പട്ടണം ഏതെന്ന് ചോദിച്ചാൽ അത് കുർണൂലാണ്. കുർണൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. കുർണൂൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യകാല തലസ്ഥാനം ഏതെന്ന് പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യകാല തലസ്ഥാനം എന്ന് പറയുന്നത് കുർണൂലായിരുന്നു. പിന്നീടാണ് ഹൈദരാബാദ് ആയത്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഹൈദരാബാദ് അല്ല. ഹൈദരാബാദ് ഇപ്പോൾ തെലങ്കാനയുടെ തലസ്ഥാനമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം ഏതാണ്? അത് അമരാവതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്, രാജ്യത്തെ ആദ്യത്തെ
ഡിജിറ്റൽ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് പിന്തുണ ഗോത്രവിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച മ്യൂസിയമാണ് ഡിജിറ്റൽ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ നവ റായ്പൂരിലാണ്. എവിടെയാണ്? നവ റായ്പൂർ അല്ലെ. റായ്പൂർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ് അല്ലെ. അപ്പോൾ ഛത്തീസ്ഗഡിലെ നവ റായ്പൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം, നല്ലൊരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ന് രാജ്യത്ത് എത്ര റംസാർ കേന്ദ്രങ്ങളുണ്ട് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയും അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മാറും. ഇന്ന് രാജ്യത്ത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 96 റംസാർ കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ 94ാമത്തെ റംസാർ കേന്ദ്രം ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇന്ത്യയിലെ 94ാമത്തെ റംസാർ കേന്ദ്രം അല്ലെ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട ഒരു കരാറുണ്ട്, റംസാർ കരാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ റംസാർ കേന്ദ്രങ്ങളെ ഈ പറഞ്ഞ പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ 94ാമത്തെ റംസാർ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമായിരിക്കും. അതേതെന്ന് ചോദിച്ചാൽ ഗോഗാബിൽ തടാകം. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കില്ല. രാജ്യത്തെ 94ാമത്തെ റംസാർ കേന്ദ്രമായിട്ടുള്ള ഗോഗാബിൽ തടാകം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കും. ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗോഗാബിൽ തടാകം ബീഹാറിലാണ്. അപ്പോൾ ഇവിടെ റംസാർ തടാകം അല്ലെങ്കിൽ റംസാർ പട്ടികയിൽ വന്നു എന്നുള്ളതല്ല, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് തടാകം. കേരളത്തിൽ ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണുള്ളത്, അതാണ് ഈ പറഞ്ഞ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് തടാകം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ബീഹാറിലെ ഗോഗാബിൽ തടാകം. അത് രാജ്യത്തെ 94ാമത്തെ റംസാർ കേന്ദ്രം കൂടിയാണ് എന്നൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ സാഗർ ബന്ധു. എന്താണ് ഓപ്പറേഷൻ സാഗർ ബന്ധു? നിങ്ങൾക്ക് അറിയാം അല്ലെ. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ദിത്വ എന്ന് പറയുന്ന ഒരു ചുഴലിക്കൊടുങ്കാറ്റുണ്ടായി. 2025 നവംബർ മാസത്തിൽ ദിത്വ എന്ന് പറയുന്ന ചുഴലിക്കൊടുങ്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ശ്രീലങ്കൻ തീരത്തിന് ഈ പറഞ്ഞ വടക്കായിട്ട് രൂപം കൊണ്ട ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ് ദിത്വ എന്ന് പറയുന്ന ചുഴലിക്കൊടുങ്കാറ്റ്. ആ ചുഴലിക്കൊടുങ്കാറ്റ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കുഴപ്പമുണ്ടാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ സംഭവിച്ചത് ദിത്വ ചുഴലിക്കൊടുങ്കാറ്റ് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കിയത് ശ്രീലങ്കയ്ക്കാണ്. അവിടെ വലിയ പേമാരിയും പ്രളയവും ഒക്കെ ഉണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ആ നാശനഷ്ടങ്ങളുണ്ടായ സമയത്ത് ശ്രീലങ്കയ്ക്ക് സഹായമായിട്ട് ഇന്ത്യൻ സേനയുടെ ഒരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യത്തിന് കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു അല്ലെ. അപ്പൊ ആ ചുഴലിക്കൊടുങ്കാറ്റ് ഏതാണ്? ദിത്വ ചുഴലിക്കൊടുങ്കാറ്റ് അല്ലെ. ചുഴലിക്കൊടുങ്കാറ്റ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വളരെ ഈ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ചുഴലിക്കൊടുങ്കാറ്റാണ് എങ്കിൽ ആ ചുഴലിക്കൊടുങ്കാറ്റിന് പേര് കൊടുത്ത രാജ്യം കൂടി അപ്പോൾ തന്നെ പഠിച്ചോണം. ദിത്വ ചുഴലിക്കൊടുങ്കാറ്റിന് ആ പേര് കൊടുത്തത് ഏത് രാജ്യമാണ്? അത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഏത് രാജ്യം? യമൻ അല്ലെ. ഇതുപോലെ നമ്മൾ വേറൊരു ചുഴലിക്കൊടുങ്കാറ്റ് പഠിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ തന്നെ രൂപം കൊണ്ട ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ്. ആന്ധ്രാ തീരത്ത്, ഇന്ത്യയുടെ പൂർവ്വഭാഗത്ത് ആന്ധ്രാ തീരത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ്. ഏത് ചുഴലിക്കൊടുങ്കാറ്റ്? മോന്ത എന്ന് പറയുന്ന ചുഴലിക്കൊടുങ്കാറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മോന്ത ചുഴലിക്കൊടുങ്കാറ്റിന് ആ പേര് കൊടുത്ത രാജ്യം ഏതാണ്? തായ്ലൻഡ് അല്ലെ. ഒരു ഈ പറഞ്ഞ സുന്ദരമായിട്ടുള്ള പുഷ്പം, ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാണ് ഈ പറഞ്ഞ ആ മോന്ത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ ചുഴലിക്കൊടുങ്കാറ്റ് അതിന് പേര് കൊടുത്തത് തായ്ലൻഡാണ്. അത് ബംഗാൾ ഉൾക്കടലിലുണ്ടായ ചുഴലിക്കൊടുങ്കാറ്റാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന വേറൊരു ചുഴലിക്കൊടുങ്കാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കൊടുങ്കാറ്റാണ്. മഹാരാഷ്ട്ര ഭാഗത്ത് ദോഷം വരുത്തിയ ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ്. അത് ഏത് ചുഴലിക്കൊടുങ്കാറ്റാണ്? ശക്തി ചുഴലിക്കൊടുങ്കാറ്റ്. ശക്തി ചുഴലിക്കൊടുങ്കാറ്റിന് ആ പേര് നൽകിയത് ഏത് രാജ്യമാണ്?
അത് ശ്രീലങ്കയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിത്വ ചുഴലിക്കൊടുങ്കാറ്റ് അതാണ് ഈ പറഞ്ഞ ശ്രീലങ്കയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ആ ചുഴലിക്കൊടുങ്കാറ്റിന് പേര് കൊടുത്തത് യമനാണ്. അതുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയിൽ സഹായം എത്തിക്കാനുള്ള ഇന്ത്യൻ സേനയുടെ ഈ പറഞ്ഞ ദൗത്യം, ആ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റുകളാണ്, ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ വേദി എപ്പോഴും ഒരു സംസ്ഥാനമാണ്. ഏതാണ്? ഗോവ, അല്ലേ? അതുപോലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുണ്ട്. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇപ്പോൾ ഈ പറഞ്ഞ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഈ പറഞ്ഞ കേരളത്തിൽ വെച്ച് നടന്നു. അപ്പോൾ ആ പറഞ്ഞ ചലച്ചിത്രോത്സവത്തിൻ്റെ വേദി ഏതാണ്? അതെപ്പോഴും തിരുവനന്തപുരമായിരിക്കും. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ വേദി സ്ഥിരമായിട്ട് ഗോവയാണ്. അപ്പോൾ ഗോവയിൽ വെച്ച് 2025 നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അതിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ സ്കിൻ ഓഫ് യൂത്ത് എന്ന പേരിലുള്ള ഒരു ചിത്രമാണ്, സ്കിൻ ഓഫ് യൂത്ത്. അപ്പോൾ 2025 ഗോവയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ എന്താണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരൽ നേടിയ ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ സ്കിൻ ഓഫ് യൂത്ത് എന്ന പേരിലുള്ള ഒരു ചിത്രമാണ്. അതൊരു വിയറ്റ്നാമീസ് ചിത്രമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത്. 2025 ICC വുമൺ വേൾഡ് കപ്പ്, അല്ലേ? അപ്പോൾ അത് ഈ പറഞ്ഞ ICC വുമൺ വൺ ഡേ വേൾഡ് കപ്പാണ്. ഇപ്പം ക്രിക്കറ്റിൽ തന്നെ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്, ഒരുപാടല്ല 3 തരത്തിലുള്ള ഫോർമാറ്റ് ഉണ്ട്. വൺ ഡേ ഉണ്ട്, 2020 ഉണ്ട്, ടെസ്റ്റ് എന്നിങ്ങനെ 3 ഫോർമാറ്റിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ 2025 ICC വൺ ഡേ വേൾഡ് കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നു. ആ മത്സരങ്ങൾ നടന്നത് 2 രാജ്യങ്ങളിലായിട്ടാണ്. ഒന്ന് ശ്രീലങ്ക, വേറൊന്ന് ഇന്ത്യ, അല്ലേ? ഇതിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ്, ഏത് ടീമാണ്? ഇന്ത്യയാണ്. 2025 നടന്ന ICC വനിതാ ഏകദിന വേൾഡ് കപ്പിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. നമ്മൾ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത്, അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം. ആദ്യമായിട്ടാണ് നേടുന്നത്, ഇതിനു മുമ്പ് നമുക്കത് കിട്ടിയിട്ടില്ല. ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ ഫൈനൽ മത്സരം നടന്നത് എവിടെ വെച്ചാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. ഫൈനൽ മത്സരം നടന്നത് നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയമാണ് എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കുക, അത് തെറ്റരുത്. അപ്പോൾ ആ ഫൈനൽ നടന്നത് അവിടെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആ മത്സരം നടക്കുമ്പോൾ അന്ന് ആ പറഞ്ഞ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് ഫൈനലിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഷഫാലി വർമ്മയാണ്. ഇന്ത്യയുടെ ഷഫാലി വർമ്മയായിരുന്നു ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച്. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. അതുപോലെ ഒരു ചോദ്യം ചോദിക്കും. അത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഒരു ഈ പറഞ്ഞ ഇന്ത്യക്കാരിയാണ്, ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മ. ഇനി ഈ പറഞ്ഞ കിരീടം നേടിയ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് എന്നുകൂടി അറിഞ്ഞു വയ്ക്കണം. ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് ക്യാപ്റ്റൻ ആയിരുന്നത്. അതുപോലെ ഈ പറഞ്ഞ വൈസ് ക്യാപ്റ്റൻ നിങ്ങൾക്കറിയാം, അത് സ്മൃതി മന്ദാനയായിരുന്നു, അല്ലെ? ഹർമൻപ്രീത് കൗർ ആയിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നത് എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2025 ICC വനിതാ ഏകദിന വേൾഡ് കപ്പ് കിരീടം നേടിയത് ഇന്ത്യൻ വനിതകളാണ് എന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കുക. ആ ഭാഗത്തുനിന്ന് ചോദ്യം വരും. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു എന്നുള്ളൊരു ചോദ്യം. ഈ സൂചികകളൊക്കെ ചോദിക്കാൻ ചോദ്യകർത്താക്കൾക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 2025 ഏതെങ്കിലും ഒരു സൂചിക ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കും. അപ്പോൾ അതിൽ ഈ അടുത്ത കാലത്ത് 2025 നവംബറിൽ ഈ പറഞ്ഞ പ്രസിദ്ധീകരിച്ചതാണ്, റിപ്പോർട്ട് വന്നതാണ് ആഗോള പട്ടിണി സൂചിക. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 102 ആണ്.
ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102ആണ്. 123 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. അതിൽ 123 സ്ഥാനത്തുള്ളത് സൊമാലിയയാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യം സൊമാലിയ. അതിൻ്റെ റാങ്ക് 123. ഇന്ത്യയുടെ റാങ്ക് എത്ര? 102. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഊഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആഗോള പട്ടിണി സൂചിക 2025 അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 102ആണ്. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചില കാര്യങ്ങൾ പഠിച്ചിരുന്നു, അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഗിനി ഇൻഡെക്സ്. ഗിനി, GINI, വേൾഡ് ഗിനി ഇൻഡെക്സ്, ഗ്ലോബൽ ഗിനി ഇൻഡെക്സ്. ആ ഗ്ലോബൽ ഗിനി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗിനി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ വരവ്, ഒരു രാജ്യത്തിൻ്റെ ചെലവ്, അവ തമ്മിലുള്ള അന്തരം, ആ അന്തരത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന ഒരു സൂചികയാണ് ഗിനി ഇൻഡെക്സ്, അല്ലേ? ആ ഗിനി ഇൻഡെക്സിൽ ഇന്ത്യക്ക് വളരെ നല്ല ഒരു പൊസിഷനാണുള്ളത്. ആഗോള ഗിനി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്ന് ചോദിച്ചാൽ ഗിനി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ നല്ലൊരു സാമ്പത്തിക ശക്തിയാണെന്ന് ഈ സൂചിക നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഇൻഡെക്സ് ഉണ്ട്, ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്. അതും ഈ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സൂചികയാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ചാൽ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 38ആണ്. അതുപോലെ വേറൊരു കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഊർജ പരിവർത്തന സൂചിക. വേൾഡ് എനർജി ട്രാൻസ്മിഷൻ ഇൻഡെക്സ് എന്ന് പറയും. ഊർജ പരിവർത്തന സൂചിക. ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 71ആണ്. അപ്പോൾ ലോക ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലോക പട്ടിണി സൂചിക, ഹങ്കർ ഇൻഡെക്സ്. പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 102ആണ്. ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 115ആണ്. അതേസമയം ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 118ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാനവ വികസന ഈ പറഞ്ഞ ഇൻഡെക്സിൽ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 130ആണ്. അതേസമയം വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 131ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 151ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്, നേരത്തെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകളിൽ ഇതിലേതെങ്കിലും ഒരു സൂചിക പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ 10 അല്ലെങ്കിൽ 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ അതിനകത്ത് ഏതെല്ലാം ചോദ്യങ്ങൾ ഏതെല്ലാം ഭാഗത്തുനിന്ന് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സൂചികകൾ പഠിച്ചു വെക്കുക. 2025 സൂചികകളാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം. ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം എന്ന് പറയുന്നത് എത്യോപ്യയിൽ പൊട്ടിയ ഒരു അഗ്നിപർവ്വതമാണ്. 2025 നവംബറിൽ എത്യോപ്യയിൽ പൊട്ടിയ ഒരു അഗ്നിപർവ്വതമാണ് ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും 2025 നവംബറിൽ പൊട്ടിയ ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് എന്ന് ചോദിക്കും. ഏത് രാജ്യത്താണ്? അത് എത്യോപ്യയിലാണ്. ഇപ്പം ഈ പറഞ്ഞ അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ ഒരുപാട് ചാരമേഘങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ ചാരമേഘങ്ങൾ കുറച്ച് ഈ പറഞ്ഞ ഇന്ത്യയുടെ വ്യോമഗതാഗതത്തെയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ്. അപ്പോൾ ഇന്ത്യൻ വ്യോമഗതാഗതത്തിന് കൂടി ഈ പറഞ്ഞ പ്രശ്നം സൃഷ്ടിച്ച 2025 നവംബറിൽ പൊട്ടിയ ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം, അത് സൃഷ്ടിച്ച ചാരമേഘങ്ങൾ വാർത്തയിൽ ഉണ്ടായിരുന്നു. അത് ഏത് രാജ്യത്താണ്? എത്യോപ്യയിലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇതുപോലെ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ കാര്യം നമ്മൾ വേറൊരു ക്ലാസ്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ചെളി അഗ്നിപർവ്വതം പൊട്ടി. കുറേ കാലമായിട്ട് നിർജീവാവസ്ഥയിലായിരുന്ന ഒരു ചെളി അഗ്നിപർവ്വതം, അതായത് മഡ് ഓൾക്കാനോ എന്ന് പറയും. ആ മഡ് ഓൾക്കാനോ ഏത് സ്ഥലത്തുള്ളതാണ്? അത് നമ്മൾ പഠിച്ചതാണ്, ആൻഡമാനിലാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സൊഹ്റാൻ മംദാനി.
ആരാണ് സൊഹ്റാൻ മംദാനി എന്ന് നിങ്ങൾക്കറിയാം. സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത് ഇപ്പോൾ വാർത്തകളിൽ ഒരുപാട് ഇടം പിടിച്ച ഒരു വ്യക്തിത്വമാണ്. ന്യൂയോർക്ക് സിറ്റി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് സൊഹ്റാൻ മംദാനി. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്, അത് വേറൊരു കാര്യം. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. ന്യൂയോർക്ക് സിറ്റി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മുസ്ലിം കൂടിയാണ് ആര്? സൊഹ്റാൻ മംദാനി. അപ്പോൾ ഇന്ത്യൻ വംശജനാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ന്യൂയോർക്ക് സിറ്റി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിമാണ്. അദ്ദേഹം ഒരു ഡെമോക്രാറ്റാണ്. അതായത് ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കനാണ് അല്ലേ? ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരുപാട് വാക്കേറ്റമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വാർത്തകളിൽ വന്ന ആളാണ് സൊഹ്റാൻ മംദാനി. അപ്പോൾ സൊഹ്റാൻ മംദാനി ഡെമോക്രാറ്റാണ്. അതേസമയം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് എന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 മാൻ ബുക്കർ പ്രൈസ് 2025 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? കനേഡിയയിൽ ജനിച്ച ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡേവിഡ് സലായ്. ഇപ്പം 2025 മാൻ ബുക്കർ പ്രൈസ് ഒന്നും പറയേണ്ട കാര്യമില്ല. 2025 ബുക്കർ പ്രൈസ് ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ മതി. ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബുക്കർ പ്രൈസേ ഉള്ളൂ, അത് ഇതാണ്. ഏതാണ് അത്? ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഡേവിഡ് സലായിക്കാണ്. പക്ഷേ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഉണ്ട്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് അത് വേറെയാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഒരു ഇന്ത്യക്കാരിക്കാണെന്നറിയാം. കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിനാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വിദേശ ഭാഷയിൽ എഴുതുകയും അത് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തതുമായിട്ടുള്ള ഒരു കൃതിക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. അതേസമയം ബുക്കർ പ്രൈസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു ഈ പറഞ്ഞ നോവലിനാണ്, കൃതിക്കാണ് എപ്പോഴും ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിനാണ്. ആ ബാനു മുഷ്താഖിൻ്റെ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കൃതിക്കാണ്. ആ കൃതിയെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ദീപാ ബസ്തി എന്ന് പറയുന്ന സ്ത്രീയാണ്. അവർക്കും പുരസ്കാരം ലഭിച്ചു. കാരണം ഈ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2 പേർക്ക് കൊടുക്കും, എഴുതിയ ആൾക്കും കൊടുക്കും, അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തവർക്കും കൊടുക്കും. അപ്പോൾ പുരസ്കാരം 2 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എഴുതിയ ബാനു മുഷ്താഖിനും തർജ്ജമ ചെയ്ത ദീപാ ബസ്തിക്കുമാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 ലഭിച്ചത്. അതേസമയം ഈ പറഞ്ഞ ബുക്കർ പ്രൈസ് 2025 കാനഡയിൽ ജനിച്ച ഒരു സാഹിത്യകാരനാണ് ലഭിച്ചത്, ഡേവിഡ് സലായ്. അദ്ദേഹത്തിൻ്റെ നോവൽ ഫ്ലഷ് എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചത്. ഹാർട്ട് ലാമ്പ് ശ്രദ്ധിച്ചു വയ്ക്കണം, ഫ്ലഷ് ശ്രദ്ധിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പുസ്തകമാണ്, ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ഒരു പുസ്തകമാണ് 11th Hour, 11ാം മണിക്കൂർ, 11th Hour എന്ന് പറയുന്ന പുസ്തകം. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ പുസ്തകമാണ്. ആരുടെയെന്ന് ചോദിച്ചാൽ സൽമാൻ റുഷ്ദിയുടെ പുസ്തകമാണ് 11th Hour. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 11th Hour ശ്രദ്ധിച്ചു വയ്ക്കണം, ഫ്ലഷ് എന്ന് പറയുന്ന പുസ്തകം ശ്രദ്ധിച്ചു വയ്ക്കണം, ഹാർട്ട് ലാമ്പ് ശ്രദ്ധിച്ചു വയ്ക്കണം. വേറൊരു പുസ്തകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ പുസ്തകമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അരുന്ധതി റോയുടെ ഓർമ്മക്കുറിപ്പുകളാണ് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് അത് പഠിച്ചിട്ടുണ്ട്, അതവിടെ ഓർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പുസ്തകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ഇപ്പോൾ ഈ പറഞ്ഞ ബുക്കർ പ്രൈസിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു ഇന്ത്യൻ എഴുത്തുകാരിയുടെ പുസ്തകമാണ്, കിരൺ ദേശായിയുടെ പുസ്തകമാണ്. ഏത്? ഈ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇത് 11th Hour അല്ലെ? വേറൊരു കാര്യമുണ്ട്, 11 Minutes എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ പുസ്തകമാണ് 11 Minutes. ആ 11 Minutes എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഒരു ക്ലൂ തരാം. പിൽഗ്രിമേജ് എന്ന് പറയുന്ന പുസ്തകം, ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയ രചയിതാവാണ് പൗലോ കൊയ്ല. പൗലോ കൊയ്ലയുടെ പുസ്തകമാണ് 11 Minutes. ഇതിപ്പോൾ ഈ പറഞ്ഞ 11th Hour അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 പൂർണ്ണമായിട്ടും
കറൻസി നിർത്തലാക്കിയ രാജ്യം. 2025 ഇടപാടുകളിൽ പൂർണ്ണമായിട്ടും കറൻസി നിർത്തലാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ സ്വീഡനാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ATMകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ഈ പറഞ്ഞ കൂടുതലും ഡിജിറ്റൽ പേയ്മെൻറ്റിലോട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ കുറച്ചു കാലം കഴിയുമ്പോൾ കറൻസി ഉപയോഗിക്കുന്നതൊക്കെ കുറയും. അപ്പോൾ എന്തായാലും 2025 പൂർണ്ണമായിട്ട് സമ്പൂർണ്ണ കറൻസി രഹിത രാജ്യമായിട്ട് മാറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സ്വീഡനാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 മിസ് യൂണിവേഴ്സ്, 2025 മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ മെക്സിക്കോക്കാരി ഫാത്തിമ ബോഷ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഫാത്തിമ ബോഷ്. അത് പ്യൂർട്ടോറിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 2025 മിസ് യൂണിവേഴ്സ് മത്സരം നടന്നത്. പ്യൂർട്ടോറിക്ക എന്ന് പറയുന്നത് അമേരിക്കക്കകത്ത് വരുന്ന ഒരു സ്വയംഭരണ പ്രദേശമാണ്. അപ്പോൾ ആ പ്യൂർട്ടോറിക്കയിൽ വെച്ച് നടന്ന ഈ പറഞ്ഞ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കിരീടം നേടിയത് ഫാത്തിമ ബോഷാണ് അല്ലേ. ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അത് സുസ്മിത സെൻ ആണ്. 1994 ആദ്യമായിട്ട് മിസ് വേൾഡ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആര് എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്കറിയാം, റീത്ത ഭാരിയ. 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഫാത്തിമ ബോഷാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ വരുന്നത്. 2025 G20 ഉച്ചകോടി. 2025 G20 ഉച്ചകോടി പലതുകൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഉച്ചകോടിയാണ്. ഡൊണാൾഡ് ട്രംപ് ആ ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പല കാരണങ്ങളാൽ വന്നില്ല. മോദി പങ്കെടുത്ത ഒരു ഉച്ചകോടിയാണ്. ഒരുപാട് വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന ഉച്ചകോടിയാണ്. 2025 G20 ഉച്ചകോടി നടന്നത് ജോഹന്നസ്ബർഗ് വെച്ചിട്ടാണ്, അതായത് ദക്ഷിണാഫ്രിക്കയെ വെച്ചിട്ടാണ്. 2025 G20 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഉച്ചകോടികൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ചോദ്യം വരും. നിങ്ങൾക്കറിയാം 2025 G7 ഉച്ചകോടിയും പലതുകൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഉച്ചകോടിയാണ്. അത് കാനഡയിൽ വെച്ചിട്ടാണ് നടന്നത്. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയായിരുന്നു. അതുപോലെ 2025 ബ്രിക്സ് ഉച്ചകോടി അല്ലെ, പലതുകൊണ്ടും ഈ പറഞ്ഞ പ്രാധാന്യമുള്ള ഒരു ഉച്ചകോടിയായിട്ട് മാറി. ബ്രിക്സ് ഉച്ചകോടി 2025 അത് നടന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്, റിയോ ഡി ജനീറോ. അതുപോലെ 2025 ഷാങ്ഹായ് ഉച്ചകോടി, രാഷ്ട്രത്തലവന്മാരുടെ ഷാങ്ഹായ് ഉച്ചകോടി നടന്നത് ചൈനയിൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അത് വ്ളാഡിമിർ പുടിനും പിന്നെ അത് കഴിഞ്ഞിട്ട് ചൈനീസ് പ്രസിഡന്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആ പറഞ്ഞ ഒരു സംഭാഷണവും കാര്യങ്ങളും അല്ലെ, ഒരുപാട് രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. അപ്പോൾ അത് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ചൈനയിൽ വെച്ചിട്ടാണ്. 2025 ഷാങ്ഹായ് ഉച്ചകോടി. അതുപോലെ വേറൊരു ഉച്ചകോടി നമ്മൾ പഠിച്ചു, 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബാങ്കോക്ക് വെച്ചിട്ടാണ്. തായ്ലൻഡ് തലസ്ഥാനമായിട്ടുള്ള ബാങ്കോക്ക് വെച്ചിട്ടാണ് 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത്. അതുപോലെ തന്നെ 2025 നാറ്റോ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ്? നെതർലാൻഡാണ്, ഹോളണ്ടിൽ വെച്ചിട്ടാണ് 2025 നാറ്റോ ഉച്ചകോടി നടന്നത്. കൃത്യമായിട്ട് ആ സ്ഥലം പറഞ്ഞാൽ ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതുപോലെ 2025 UN കാലാവസ്ഥ ഉച്ചകോടി, COP30 എന്ന് പറയും, COP COP30. അതിന് വേദിയായത് ഏത് സ്ഥലമെന്ന് ചോദിച്ചാൽ അതും ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതെല്ലാം അടുക്കി പറക്കി എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ അത് നോട്ടാക്കി തരാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് 2026 COP31 ഉച്ചകോടി. ഇത് തെറ്റാണ്, COP30 അല്ല, 2026 COP31. 2026 COP31 കാലാവസ്ഥ ഉച്ചകോടി നടക്കാനായിട്ട് പോകുന്നത് തുർക്കിയിൽ വെച്ചിട്ടാണ്. അതേസമയം 2025 COP30 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ബെലേം എന്ന് പറയുന്ന സ്ഥലത്താണ്, ബ്രസീലിലാണ്. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നതിൽ തെറ്റുണ്ട്, ശ്രദ്ധിച്ചോണം. 2026 COP31 കാലാവസ്ഥ ഉച്ചകോടി അത് നടക്കാൻ പോകുന്ന എവിടെയാണ്? തുർക്കിയിൽ വെച്ചിട്ടാണ്. അതുപോലെ 2025 COP30 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ബ്രസീലിലെ ബെലേമിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പെംബ്രോറിലിസുമാബ്.
എന്താണ് പെംബ്രോറിലിസുമാബ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യ വികസിപ്പിച്ചെടുത്ത അർബുദ വാക്സിനാണ് പെംബ്രോറിലിസുമാബ്. പെംബ്രോറിലിസുമാബ് ഏതാണ്ട് 14 തരം അർബുദങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു വാക്സിനാണ് പെംബ്രോറിലിസുമാബ് എന്ന് പറയുന്ന റഷ്യൻ വാക്സിൻ. ഈ അടുത്ത കാലത്ത് ഇത് വാർത്തയിൽ വന്നായിരുന്നു. കാരണം ഈ റഷ്യ വികസിപ്പിച്ചെടുത്ത പെംബ്രോറിലിസുമാബ് എന്ന് പറയുന്ന വാക്സിന് ആദ്യമായിട്ട് അംഗീകാരം ഒരു രാജ്യം നൽകിയായിരുന്നു. വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം പെംബ്രോറിലിസുമാബ് എന്ന് പറയുന്ന റഷ്യൻ വാക്സിനെ അംഗീകരിച്ചത് വാർത്തയായിരുന്നു. അപ്പോൾ പെംബ്രോറിലിസുമാബ് എന്ന് പറയുന്ന അർബുദ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് രാജ്യമാണ്? റഷ്യയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും. 2025 സെപ്റ്റംബർ മാസത്തിൽ വേറൊരു റഷ്യൻ അർബുദ വാക്സിനുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു. എൻഡ്രോമിക്സ് എന്ന് പറയുന്ന റഷ്യൻ അർബുദ വാക്സിനുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു. പുതിയൊരു വാക്സിൻ അവർ വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. അർബുദ വാക്സിനാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരിലോട്ടൊക്കെ പരീക്ഷണം നടത്തി വരുന്നതേ ഉള്ളൂ. അതാണ് എൻഡ്രോമിക്സ് എന്ന് പറയുന്ന വാക്സിൻ. പക്ഷേ പെംബ്രോറിലിസുമാബ് എന്ന് പറയുന്ന റഷ്യൻ അർബുദ വാക്സിൻ അത് ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം അത് ആദ്യമായിട്ട് ആ വാക്സിനെ അംഗീകരിച്ചു, അർബുദ വാക്സിനെ അംഗീകരിച്ചു. അങ്ങനെയാണത് വാർത്തകളിൽ വന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വേറൊരു ഭാഗം 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുകയാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. കാനഡ, മെക്സിക്കോ, പിന്നെ അത് കഴിഞ്ഞിട്ട് USA എന്നിങ്ങനെ ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്നു അല്ലേ. ആ പറഞ്ഞ ഫിഫ വേൾഡ് കപ്പിലോട്ട് യോഗ്യത നേടിയ ആദ്യ രാജ്യം ഏത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ജപ്പാനാണ് അല്ലേ. ഫിഫ വേൾഡ് കപ്പിലോട്ട് യോഗ്യത നേടിയ ആദ്യ രാജ്യം ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ജപ്പാനാണ്. അതുപോലെ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചു. ഫിഫ വേൾഡ് കപ്പിലോട്ട് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം എന്നൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കേപ്പ് വെർഡി എന്നാണ് നമ്മൾ അന്ന് പഠിച്ചത്. കേപ്പ് വെർഡി. ഇപ്പം അത് മാറി. വേറൊരു രാജ്യം, കേപ്പ് വെർഡിയേക്കാൾ ചെറിയ ഒരു രാജ്യം ഇപ്പോൾ യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പോൾ കേപ്പ് വെർഡി എന്നുള്ള ഉത്തരം ഇനി തെറ്റാണ്. 2026 ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യമുണ്ട്. ഒരു കരീബിയൻ ദ്വീപ് രാജ്യമാണ് ക്യുറസോവ. ഏതാണ്? ക്യുറസോവ എന്ന് പറയുന്ന ഈ പറഞ്ഞ കരീബിയൻ ദ്വീപ് രാജ്യമാണ് 2026 ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഓർത്ത് വയ്ക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ പൊക്കളയരുത്, ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെയുള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിനകത്ത് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ നോക്കി തന്നെ പറയാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഒരു പരസ്യമാണ്, നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പരസ്യമാണ്. ആസ്ഥ അക്കാഡമി ഈ പറഞ്ഞ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ ഈ പറഞ്ഞ ചെറിയ വിലയ്ക്കുള്ള പുസ്തകങ്ങളാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. അത് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. 120 രൂപ മാത്രമേ വിലയുള്ളൂ, കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 85 രൂപയാണ് വില. അതും ഈ പറഞ്ഞ ചെറിയ ഒരു പുസ്തകമാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പുസ്തകമാണ്. ആസ്ഥ അക്കാഡമി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളെല്ലാം അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുക. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പുസ്തകങ്ങളാണ് നമ്മളെപ്പോഴും പ്രസിദ്ധീകരിക്കാറുള്ളത്. രാമായണവും മഹാഭാരതമൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകം. അതുപോലെ തന്നെ ഈ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 110 രൂപ മാത്രമാണ് വില. 110 രൂപ, വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ. ഒരു ഈ പറഞ്ഞ 110-120 പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകമാണ്. A5 സൈസാണ്. A5 സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ
പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വാങ്ങിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ സൈസാണ് A5 സൈസുള്ള വളരെ ചെറിയ പുസ്തകമാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് ഇത് കറണ്ട് അഫയേഴ്സ് പുസ്തകം വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ പുസ്തകം ആവശ്യമുള്ളവർ ഈ പറഞ്ഞ നമ്പറിലോട്ട് എത്രയും പെട്ടെന്ന് വിളിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പരസ്യമാണ്, ക്ലാസ് വേറെയായിരുന്നു. ആ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.